ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും അസീറോക്കി പുറത്തായപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. സിജോയും പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ സൂചിപ്പിക്കാം. തുടക്കം തന്നെ സംഭവിച്ച കാര്യം ഇതാണ്. അസീറോക്കിയും സിജോയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള ആദ്യത്തെ റീസൺ അപ്സരയും അസീറോക്കിയും തമ്മിലുള്ള വഴക്കിനെ തുടർന്നാണ്. ആ വഴക്ക് ക്ലോസ് ചെയ്തപ്പോൾ അപ്സരയുടെ മാറ്ററുമായി ബന്ധപ്പെട്ട്, അതായത് കിച്ചണിലെ മാറ്ററുമായി ബന്ധപ്പെട്ട്, ഫുഡുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംസാര വിഷയമാണ് അസീറോക്കിയും സിജോയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ ക്രിയേറ്റ് ആയത്. ഒടുവിൽ അവർ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടലും പിടിക്കലുമായി. അസീറോക്കി തൊട്ടില്ല, പക്ഷേ സിജോയാണ് അസീറോക്കിയുടെ താടിക്കൊക്കെ തൊട്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. അതിനുശേഷം ദേഹത്ത് തൊട്ടപ്പോൾ ഇനി എൻ്റെ ദേഹത്ത് തൊട്ടാൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. എന്നാ തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വീണ്ടും തൊട്ടു. അപ്പോൾ പറഞ്ഞു ഇനി തൊട്ടാൽ നിന്റെ കവാലം അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. എങ്കിലൊന്ന് പൊട്ടിക്കടാന്ന് പറഞ്ഞ് വീണ്ടും തൊട്ട സ്പോട്ടിൽ തന്നെ സ്പോട്ട് റിയാക്ഷൻ ആയിരുന്നു. ഒട്ടും സിജോ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രൊവോക്ക് ചെയ്യാമെന്ന് മാത്രം കരുതിയിരുന്ന സിജോ ഞെട്ടിപ്പോവുകയാണ്. വലത്തെ കൈ മടക്കി ചുരുട്ടി മുഖത്ത് നോക്കി ഒരൊറ്റ ഇടിയാണ് കൊടുത്തത്. ആ ഇടിയിൽ സിജോയുടെ ഒരു പല്ല് പൊഴിഞ്ഞു എന്ന് സിജോ പറയുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ റോക്കിയെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുകയും സിജോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു. മെഡിക്കൽ റൂമിൽ ചെന്നപ്പോൾ സിജോ പറയുന്നുണ്ട് എൻ്റെ ഒരു പല്ല് ഇളകിപ്പോയി എന്ന്. അത് ഇളകിയതാണോ ആട്ടം തട്ടിയതാണോ എന്നറിയില്ല. എന്തായാലും അത്രയും എഫക്റ്റോടു കൂടിയാണ് ആ ഇടി മുഖത്തടിച്ചത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. സിജോ പ്രൊവോക്ക് ചെയ്തത് ഒരുപക്ഷെ അടിക്കത്തില്ല എന്ന് കരുതിയാണെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ അസീറോക്ക് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ ദേഷ്യം വന്നിരുന്ന സമയത്താണ് ഈ സന്ദർഭങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആ രംഗങ്ങൾ നമ്മൾ ലൈവിൽ കണ്ടതുകൊണ്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതവിടെ ക്രിയേറ്റ് ആയതെന്ന്. പക്ഷേ ഈ ഒരു ഇത്രയും 3-3.5 കോടി ജനങ്ങൾ കാണുന്ന ഷോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഒരു ഷോയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് എപ്പോഴും തെറ്റ് തന്നെയായിരിക്കും. വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തതെന്ന് പ്രേക്ഷകർക്കും മനസ്സിലായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തു, അസീറോക്കിക്ക് ഇനി ഇവിടെ തുടരാൻ കഴിയില്ല, ഗുരുതരമായ തെറ്റാണ് ചെയ്തത്, നിങ്ങൾക്ക് ഈ പിൻവാതിൽ കൂടെ പുറത്തേക്ക് പോകാമെന്ന്. ബിഗ് ബോസിന്റെ ടീം അംഗം വന്ന് കണ്ണുകെട്ടി അസീറോക്കിയെ പുറത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് ലിവിംഗ് റൂമിലേക്ക് എല്ലാവരും വരുവാൻ ആവശ്യപ്പെട്ടു. കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് ഈ കാര്യം ആവശ്യപ്പെടുകയാണ്. എന്നാൽ സിജോ ഒരു കാര്യം അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഞാനും അസീറോക്കിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്, എന്നെ തല്ലിയത് ഞാനൊരു തമാശയായിട്ടാണ് ബിഗ് ബോസെ കണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ബിഗ് ബോസ് അതിന് മറുപടി കൊടുത്തില്ല. പകരം ബിഗ് ബോസ് പറഞ്ഞു അസീറോക്കി ഈ വീടിൽ നിന്നും പുറത്തായിരിക്കുകയാണ്, ഗുരുതരമായ തെറ്റ് ചെയ്തതുകൊണ്ട് ഇനി ആൾക്ക് ഇവിടെ തുടരാൻ കഴിയില്ല, ഇത് നമുക്ക് ബിഗ് ബോസിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന്. ഇതിനെ തുടർന്ന് ഋഷിയും അൻസിബയും ബാക്കി അർജുനും എല്ലാവരും കൂടി പൊട്ടിക്കരയുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അസീറോക്കി വളരെയധികം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചെയ്ത തെറ്റെന്തുവാണെന്ന് കൺവെൻഷൻ റൂമിൽ കയറിയതിന് ശേഷമാണ് മനസ്സിലാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറയുന്നുണ്ട് ആൾ പലതും ക്രിയേറ്റ് ചെയ്ത, ഒരുപാട് കണ്ടന്റ് കൊടുക്കാൻ കുറേ ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് ഇവിടെ എല്ലാവരും പാട്ടും പാടി ഇരിക്കുന്ന കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ചൊറിയണമെന്ന് ആഗ്രഹിച്ച് ചൊറിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വൈകിപ്പോയി. താൻ ചെയ്ത തെറ്റ് അത്രത്തോളം ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ അസീറോക്കി എന്നേക്കുമായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്.